ഹോ, രക്ഷപ്പെട്ടു. എന്തോ ഭാഗ്യത്തിനാ ചേട്ടൻ വന്ന് രക്ഷിച്ചത്. ഏ ഡാ, നീ എന്താ നോക്കുന്നേ? അയ്യോ, എന്ത് ലുക്കാ കാണാൻ. ആ, നീ എന്താ ചോദിച്ചേ? ആ, അത് ഞാൻ വെറുതെ അങ്ങോട്ട്. എന്ത് ലുക്കോ? എടാ, എടാ പൊട്ട, നീ എന്തോ ഈ നോക്കുന്നേ? വാ പോവാം. ഏയ്, അതൊന്നുമില്ല, നമുക്ക് പോവാം. ക്ലാസ് എവിടെ? ഇപ്പൊ ആരോടൊന്ന് ചോദിക്കുക? ദേ ആ നിൽക്കുന്ന കൊച്ചിനോട് ചോദിക്കാം. എക്സ്ക്യൂസ് മീ. യെസ്, എന്നെയാണോ? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ആ, തന്നെ തന്നെയാ വിളിച്ചേ. ഈ ഫസ്റ്റ് ഇയർ മാത്സ് BMX എവിടെയാണെന്നറിയോ? ഓ, അപ്പം നിങ്ങളും ഫസ്റ്റ് ഇയർ മാത്സ് ആണോ? ഞാനും അതെ. ഞാനും അങ്ങോട്ടേക്കാം. വാ, നമുക്ക് ഒന്നിച്ച് പോവാം. ഓ ആണോ? എൻ്റെ പേര് ജിമിൻ. ഇവൻ്റെ പേര് വിക്ടർ. തൻ്റെ പേരെന്താ? എൻ്റെ പേര് ശ്രുതി. ഞാൻ കണ്ടായിരുന്നു അവിടെ ചേട്ടന്മാര് റാഗ് ചെയ്തത്. ഓ, മനുഷ്യൻ നാണം കെട്ട് നാറിയെന്നാ തോന്നുന്നേ. ഇനി കാണാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ? ഏയ് ഇല്ലില്ല, ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ട് പേടിക്കണ്ട. ഓ ആണോ? എടോ, അപ്പൊ തനിക്ക് ഞങ്ങളെ രക്ഷിച്ച ചേട്ടനെ അറിഞ്ഞൂടെ? പുള്ളി ആരാ? ജസ്റ്റ് ചേട്ടനെ അറിയില്ല? ഓ, നിങ്ങൾ ന്യൂ ആയതുകൊണ്ടായിരിക്കുമല്ലേ. എൻ്റെ പൊന്നു, ജസ്റ്റ് ചേട്ടനെ അറിയില്ല എന്ന് പറയുന്ന ഇവിടെ ആരും കേൾക്കണ്ട. ഇവിടെയുള്ള സാറന്മാർക്ക് വരെ പേടിയാ ജസ്റ്റ് ചേട്ടനെ. ഇവിടെ ഫസ്റ്റ് ഇയർ വന്നപ്പം റാഗ് ചെയ്യാൻ പിടിച്ച ചേട്ടന്മാരെ തെല്ലിയിട്ട് ഫസ്റ്റ് ഡേ തന്നെ സസ്പെൻഷന് വാങ്ങിച്ച് വീട്ടിൽ പോയ മുതലത്. അടിപൊളി. ഭാഗ്യത്തിന് നമ്മളൊന്നും ചെന്ന് കൈപ്പെടാഞ്ഞത്. കിട്ടിയിരുന്നെങ്കിൽ അങ്ങേരുടെ ഒരടിക്കില്ല ഞാൻ. എന്നെയും അങ്ങേരെയും വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്ത് ചെറുതാ. ഇവനിതെങ്ങോട്ടീ നോക്കിക്കുന്നേ? എടാ, ഏ ഇവനിതാരെ വായി നോക്കിക്കൊണ്ടിരിക്കുക? ഡാ, എടാ പന്നി, ക്ലാസ്സിൽ പോകണ്ടേ? വാ. ആ, ദേ വരുക. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിയും ജിമിനും വിയും അത്യാവശ്യം നല്ല രീതിക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവർ കഫറ്റീരിയ വഴി ഒന്ന് ചുറ്റുന്നു. അപ്പം ഇതെന്താ കാര്യമെന്ന് നമുക്കും അറിയില്ല. പോയി നോക്കാം. എക്സ്ക്യൂസ് മീ മിസ്റ്റർ വിക്ടർ, നമ്മൾ എന്തിനാണ് കുറച്ച് ദിവസമായിട്ട് ഈ കഫറ്റേരിയയിൽ സ്ഥിരമായി വന്ന് നാരങ്ങ വെള്ളവും പപ്സും കഴിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ആ ബെസ്റ്റ്, അതെന്തിനാന്ന് അറിഞ്ഞൂടെ? നമ്മുടെ വിശപ്പ് മാറാൻ, അല്ലാതെ പിന്നെ എന്നാത്തിനാ? ഷു, ഇവളെ കൊണ്ട്. എന്നാലേ എൻ്റെ പൊട്ടൻ ജിമിൻ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. ഇവൻ ഈ മാങ്ങാണ്ടി തലേൻ ചുമ്മാതൊന്നുമല്ല ഈ കഫറ്റേരിയയിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് നാരങ്ങ വെള്ളവും പപ്സും വാങ്ങിച്ചിരുന്നേ. ദൂണ്ട് നിൽക്കുന്ന അവനില്ലേ, അവനെ കാണാൻ വേണ്ടിയിട്ട്. ഇവൻ കുറച്ച് ദിവസമായല്ലോ എന്നെ തന്നെ ഈ തുറച്ചു നോക്കാൻ തുടങ്ങിയിട്ട്. ഇവൻ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എവിടെ? അയ്യേ, ഇവനെ കാണാനാണോ നീ ദിവസം ഇവിടെ വന്നോണ്ടിരുന്നേ? എന്തിനാടാ ചെറുക്ക, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നിനക്ക് ഈ ക്രഷ് അടിച്ച് ഇതുവരെ നിർത്താറായില്ലേ? അയ്യോ, കേട്ടോ. എന്തുവാ ക്രഷോ? അപ്പ് ഇവൻ കെ ആണോ? ഓ, ഇവനെ ഞാൻ. എടി, അത് ഞാൻ പറയാം. എനിക്ക് എനിക്ക് നിൻ്റെ അടുത്ത് ഇത് പറയണമെന്നുണ്ടായിരുന്നു. ബട്ട് നീ എങ്ങനെ വിചാരിക്കുന്നോർത്ത്. എടാ എടാ, ഞാൻ ഈ ഓൺലൈൻ അമ്മാവന്മാരെ കൂട്ടൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാ. ഓക്കെ, എനിക്കിതൊക്കെ മനസ്സിലാവും. അല്ല, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് പറയണ്ടെന്ന് വെച്ച്. അല്ലേ, എനിക്കതല്ല. എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ ഫ്രണ്ട്സെ കിട്ടുള്ളൂന്നാ. എനിക്ക് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു. അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അവൻ്റെ ഇടയ്ക്കോട്ടാണ് ഞാൻ ചെന്നത്. അങ്ങനെ നമ്മൾ 3 പേരും ബെസ്റ്റ് ഫ്രണ്ട്സായി. സത്യം പറഞ്ഞാൽ 10th കഴിയാറായപ്പോഴാണ് ഞാൻ തന്നെ സത്യം അറിഞ്ഞത് അവർ 2 പേരും റിലേഷനിലായിരുന്നു. പിന്നെ ഞാൻ നൈസായിട്ടങ്ങ് സ്കൂട്ടായി. +1 +2 അവർ വേറെ സ്കൂളിലായിരുന്നു, ഞാനും വേറെ സ്കൂളിലാണ് കിട്ടിയത്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. പിന്നെ ഞാൻ അവരെ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ പയ്യെ പയ്യെ കോണ്ടാക്ട്സ് നിന്നു. വിക്ടർ, എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. നീ ഒന്ന് പുറത്തേക്ക് വരുമോ? ജസ്റ്റ് ചേട്ടനല്ലേ ഇപ്പോൾ വന്നിട്ട് പോയി. എടാ, നീ എന്തെങ്കിലും ഇരിക്കുന്നേ? പോയി മിണ്ട്, നിന്റെ ക്രഷ് അല്ലേ? എടാ ജിമ്മിന് നല്ല പേടിയുണ്ട്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? പോട്ടെ? എടാ പൊട്ട, പേടിച്ചിരിക്കാതെ ചെല്ല്, പോ. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കേട്ടിട്ട് വാ. എനിക്ക് ഇന്നൊരു കാര്യം അറിയണം. നിനക്ക് എന്നെ ഇഷ്ടമാണോ? നീ ക്യാമ്പസിൽ പോകുമ്പോൾ അവിടെ, ഗ്രൗണ്ടിൽ പോകുമ്പോൾ അവിടെ, എല്ലാ ദിവസവും ക്യാൻറ്റീനിൽ വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ വന്നിരുന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നാ ഞാൻ നോക്കുന്നത് കാണുമ്പോൾ നിനക്കൊന്ന് തലയെങ്കിലും തിരിച്ചൂടെ? എനിക്ക് ഇന്നറിയണം, നിനക്ക് എന്നെ ഇഷ്ടമാണോ?
അല്ല അങ്ങനെയൊക്കെ ചോദിച്ചാ നീ എന്തിനു ഇത്ര അടുത്ത് നിൽക്കുന്നത്? ഇച്ചിരി നീങ്ങി നിൽക്ക്, ഞാൻ പറയാം. ഇപ്പൊ തൽക്കാലം നീങ്ങി നിൽക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ കാര്യം പറ, എന്താ നിനക്ക്? അത് എനിക്ക് അറിയില്ല എനിക്ക് എന്താ നിന്റെ അടുത്തുനിന്ന്. എനിക്ക് നിന്നെ കാണുമ്പോൾ ഇതുവരെ തോന്നാത്തൊരു ഫീലൊക്കെ എനിക്ക് അറിയില്ല. എന്നാ എനിക്കറിയാം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു. ഇത് പറയാനാണ് ഞാൻ വിളിച്ചത്. നിന്നെ ഞാൻ ഇന്നൊന്നല്ല ആദ്യമായിട്ട് കാണുന്നത്. നിന്നന്ന് ഫ്രഷേഴ്സ് ഡേയുടെ അന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാണ്. അവൻ്റെ ഒരു മാസ്കും ഹുഡിയും ഇതൊന്നും ഇട്ട് വന്നാൽ ഞാൻ കണ്ടുപിടിക്കില്ല എന്നായിരിക്കും. ഇതൊക്കെ എപ്പോൾ? അല്ല, അന്ന് ഞാൻ മാസ്ക് ഹുഡിയൊക്കെ ഇട്ട് വന്ന് തനിക്കെങ്ങനെ അറിയാം? അതൊക്കെ ഉണ്ട്. അതൊക്കെ അന്ന് നീ ആ മാസ്ക് ഹുഡിയിട്ട് വന്നപ്പം ഒരു കൂളിംഗ് ഗ്ലാസും കൂടെ വെക്കണമായിരുന്നു. അവൻ്റെ ഒരു നീല കണ്ണ്, അന്ന് ആ കണ്ണ് കണ്ടപ്പോൾ വീണതാ ഞാൻ. പിന്നെ കണ്ണിൻ്റെ ഉടമനെ തേടിയായി നടപ്പ്. അപ്പോഴാണ് ഫ്രഷേഴ്സ് ഡേക്ക് ആദ്യമായിട്ട് പാട്ട് പാടാൻ കയറി നിന്നെ കാണുന്നത്. എടാ, നിനക്ക് ആ പാട്ട് വേറെ എങ്ങോട്ടെങ്കിലും നോക്കി പാടിക്കൂടായിരുന്നു? നിനക്ക് എൻ്റെ കണ്ണി നോക്കി തന്നെ പാടണമായിരുന്നില്ലേ? അന്ന് വീണതാടാ ഞാൻ. അവൻ്റെ ഒരു പാട്ട് എനിക്കായിട്ട് ജന്മം നോക്കി കാത്തിരിക്കുകയാണ് പോലും. നീ എൻ്റെ മുഖത്ത് നോക്കിയത് പാടിയപ്പോൾ ഇതുവരെ ലോകത്ത് ഒരു പെണ്ണിനോട് തോന്നാത്ത ഫീലൊക്കെയാണ് നിൻ്റെ അടുത്ത് എനിക്ക് തോന്നിയത്. എന്തോ എനിക്ക് എൻ്റെ ബോഡീനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ക്ലാസ്സിന് വന്നപ്പോൾ കുറേ ചെറുക്കന്മാർ പിടിച്ചിട്ട് റാഗ് ചെയ്യുന്നു. നിനക്ക് അവിടെ നിന്ന് ഒന്നുകൂടെ കരയായിരുന്നില്ലേ? പിന്നെ എൻ്റെ ചെറുക്കനായിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ തൊട്ട് ഞാൻ എൻ്റെ പാട് നോക്കി പോയേനെ. ഇയാളുടെ ചെറുക്കനോ? അതിപ്പോൾ തൊട്ട് ഇപ്പം തൊട്ട് മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്ക്. മര്യാദക്കാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു കിസ് വന്നിട്ട് പൊക്കോ. ഇല്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് ഞാൻ വിടൂല്ല. അത്ര തന്നെ, ഇവിടെ നിൽക്കും. എൻ്റെ ഇച്ഛ ചോദിച്ചാൽ ഞാൻ തരാതിരിക്കുമോ? പക്ഷെ ഇപ്പം വേണോ? ഇവിടെ അത്ര സേഫല്ല. എനിക്കിപ്പം ഇവിടെ വെച്ച് വേണം. നിനക്ക് തരാൻ പറ്റുമെങ്കിൽ താ, ഇല്ലെങ്കിൽ ഞാനായിട്ട് എടുക്കും. മതിയില്ലേ? എന്ന് ഞാൻ പോവാണേ. ചേട്ടാ, നാളെ കാണാം. എന്താണ് ചെറുക്ക മുഖത്തൊരു സന്തോഷം? എന്തേ അങ്ങേര് പിടിച്ച് ഉമ്മ വന്നാ? അതെങ്ങനെ മനസ്സിലായി? ചുണ്ടങ്ങാനും മുറിഞ്ഞ? എടാ സത്യം പറ, എങ്ങനെ മനസ്സിലായി? അപ്പൊ ശരിക്കും പിടിച്ച് ഉമ്മ വെച്ചാ? എടാ പൊട്ടാ, ഞാൻ ചുമ്മാ തമാശക്ക് വെച്ചതാ. എന്താ സംഭവിച്ചേ? നീ പറഞ്ഞേ. ഇങ്ങനെ അവ നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ജിമിനോടും ശ്രുതിനോടും പറയുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പം അവരുടെ റിലേഷനിലായിട്ട് 2 മാസങ്ങൾ കഴിഞ്ഞുപോയി. ഇതിനിടയ്ക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചൊന്നുമില്ല. എന്നാൽ ഇനിയാണ് സംഭവിക്കാൻ പോകുന്നത്. അവരുടെ കോളേജിൽ നിന്നൊരു ട്രിപ്പ് പോകുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഡൗട്ട്, 3rd ഇയറും 1st ഇയറും എങ്ങനെ ട്രിപ്പ് പോകുന്നല്ലേ? അതൊക്കെ അങ്ങനെ ആടി. ആ കോളേജിലുള്ള എല്ലാ പിള്ളേരും കൂടെ ട്രിപ്പ് പോകുന്നു. പക്ഷെ നല്ല കാശായതുകൊണ്ട് കുറച്ച് പിള്ളേർ മാത്രമേ പോകുന്നുള്ളൂ. ഓക്കെ, എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കെന്നാൽ പിന്നെ ട്രിപ്പിലോട്ട് പോവാം. And now I want you far from close to me. You don't have the time for me. I don't have the time to please you. I'll pass